കാലവർഷത്തിന്റെ കേരളത്തിലേക്കുള്ള വരവ് വീണ്ടും വൈകുമെന്ന സൂചന. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ശക്തമായ കാലവർഷത്തിന് ആവശ്യമായ ഉപരിതല കിഴക്കൻ കാറ്റുകൾ ദക്ഷിണേന്ത്യയ്ക്ക് മുകളിൽ ജൂൺ 5, 6 തീയതികൾക്ക് ശേഷം മാത്രമേ പൂർണ്ണമായി രൂപപ്പെടാൻ സാധ്യതയുള്ളൂ. ഇതുപ്രകാരം കേരളത്തിൽ കാലവർഷത്തിന്റെ തുടക്കം കനത്ത മഴയോടെ ആയിരിക്കില്ല, മറിച്ച് വളരെ ശാന്തമോ ബലഹീനമോ ആയ രീതിയിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് ദിവസങ്ങൾ കൊണ്ട് മാത്രമേ ഇത് ശക്തി പ്രാപിക്കുകയുള്ളൂ. ഇന്ത്യയുടെ വാർഷിക നിലനിൽപ്പിന്റെ പ്രധാന അടിസ്ഥാനമാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ രാജ്യത്ത് ലഭിക്കേണ്ട ഭൂരിഭാഗം മഴയും സമ്മാനിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശുന്ന ഈർപ്പമുള്ള കാറ്റാണ്. ഇത് രാജ്യത്തെ കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്നതിനും ജലാശയങ്ങൾ നിറയ്ക്കുന്നതിനും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കടുത്ത വേനൽ ചൂടിൽ നിന്ന് വലിയ ആശ്വാസം നൽകുന്നതിനും സഹായിക്കുന്നുണ്ട്. ഈ വർഷം കാലവർഷത്തിന്റെ വരവ് വലിയ രീതിയിൽ പ്രവചനാതീതമായി തുടരുകയുമാണ്. അതിനാൽ തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ മുൻ പ്രവചനങ്ങൾ പലതവണ തെറ്റുകയും ചെയ്തു. മെയ് 26 കാലവർഷം കേരളത്തിലെത്തുമെന്നായിരുന്നു ആദ്യം പ്രവചിച്ചിരുന്നത്. എന്നാൽ ആ സമയക്രമം പിന്നീട് മാറുകയും നിലവിലെ സാഹചര്യത്തിൽ ജൂൺ 2-നും 4-നും ഇടയിൽ മാത്രമേ ഔദ്യോഗികമായി കാലവർഷം ആരംഭിക്കുകയുള്ളൂ എന്നും കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായുള്ള വേനൽമഴ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിലും മൺസൂൺ എത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഇനിയും പൂർണ്ണമായും രൂപപ്പെടാൻ ബാക്കിയുണ്ട്. കേരളത്തിൽ കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കണമെങ്കിൽ ഒരേ സമയം പാലിക്കപ്പെടേണ്ടതുണ്ട്. കേരളത്തിൽ ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ കുറഞ്ഞത് 60% സ്ഥലങ്ങളിലെങ്കിലും തുടർച്ചയായ മഴ ലഭിക്കുക, അറബിക്കടലിന് മുകളിൽ നിശ്ചിത വേഗതയിൽ പടിഞ്ഞാറൻ കാറ്റ് വീശുക, ആവശ്യത്തിന് മേഘാവൃതമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുക എന്നിവയാണ് ഈ 3 നിബന്ധനകൾ. നിലവിൽ മഴയും മേഘാവൃതമായ അന്തരീക്ഷവും നിശ്ചിത മാനദണ്ഡത്തിന് ഒപ്പമുണ്ടെങ്കിലും കേരളത്തിന് നിലവിലുള്ള പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത കുറവാണ്. ബംഗാൾ ഉൾക്കടലിൽ അടുത്തിടെയുണ്ടായ ചുഴലിക്കാറ്റ് പ്രതിഭാസമാണ് കാറ്റിന്റെ ഒഴുക്ക് ദുർബലമാകാൻ പ്രധാന കാരണവും. ലളിതമായി പറഞ്ഞാൽ കാലവർഷം നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഔദ്യോഗികമായി എത്തിയേക്കാം. എന്നാൽ ഈ സീസൺ എത്രത്തോളം മികച്ചതായിരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിക്കുകയുമാണ്. പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനം കാരണം ഈ വർഷം രാജ്യത്തുടനീളം സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറഞ്ഞ മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് IMD പ്രവചിച്ചിട്ടുണ്ട്. ഈ സീസണിൽ ദീർഘകാല ശരാശരിയുടെ 92% മഴ ലഭിക്കുമെന്നായിരുന്നു IMD ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച IMD ഇത് 90% കുറച്ചു. അതിനാൽ എൽ നീനോ പ്രതിഭാസം ഈ സമയത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായി തീർന്നിട്ടുമുണ്ട്. അതേസമയം കേരളത്തിൽ അതിശക്തമായ മഴ വരുന്നു എന്ന് മുന്നറിയിപ്പുണ്ട്. തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒരാഴ്ച സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള തീരദേശ മേഖലയിൽ മഴ സാധ്യതയുണ്ടെന്നും 5-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.